നമ്മുടെ ചിഹ്നം ഏതാ? കപ്പാത്തി. നമ്മുടെ സ്ഥാനാർത്ഥി ആരാ? ഗാന്ധി. തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഒരു ഗാന്ധി മത്സരിക്കുന്നുണ്ട്. ആ ഗാന്ധിയെ അറിയാനായിട്ട് ഞങ്ങൾ വന്നതാണ്. പൗടിക്കോണത്താണുള്ളത്. ഇവിടെ നിൽക്കാനാണ് പുള്ളി പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുവാണ്. ജനാണോ പൗടിക്കോണത്ത് നിന്ന് മത്സരിക്കുന്ന ഗാന്ധി? അതെ അതെ ആണ്. അപ്പം നമുക്ക് എന്താ വിശേഷങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാവോ? എന്താ വണ്ടിയുടെ പേരും ഗാന്ധി എന്നാ? പേരും ഗാന്ധിയാണ്. എൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേരും ഗാന്ധിപുരമാണ്. അപ്പോൾ 10 വർഷങ്ങളായിട്ട് ഈ സ്ഥലത്തിൻ്റെ നാമവും എൻ്റെ വണ്ടിയുടെ നാമവും ഈ പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഗാന്ധി ദർശൻ വേദിയുടെ ജില്ലാ വൈസ് ചെയർമാനും കൂടിയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ഇത് തുടക്കകാലത്ത് എനിക്ക് കിട്ടിയ ഒരു വിളിപ്പേരാണ്. ഗാന്ധി സുരേഷ് എന്നാണ് പേര്. പക്ഷെ ഇവിടെ ഞങ്ങൾ വന്ന് ചോദിക്കുമ്പോഴൊക്കെ ഗാന്ധി എന്നാണ് അവരെടുത്ത് പറയുന്നത്. അപ്പോൾ അതാണ് ഗാന്ധി എന്ന പേര് കൂടെ ചേർക്കാനുള്ള കാരണം. പൗടിക്കോണം പ്രദേശത്ത് വിളിക്കുമ്പോൾ 3-4 സുരേഷുമാരുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പൗടിക്കോണം സുരേഷ് എന്നിങ്ങനെ എല്ലാവരും അറിയപ്പെടും. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ. പൗടിക്കോണം സുരേഷ് എന്ന് വിളിക്കുമ്പോൾ 2-3 പേര് ഒരുമിച്ച് അത് കേൾക്കും. അന്ന് MA വാഹിദ് ഇവിടെ മത്സരിക്കാൻ വരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് വലിയൊരു മീറ്റിങ്ങിൽ പൗടിക്കോണം ഗാന്ധി സുരേഷ് എന്ന് പറഞ്ഞാൽ ഗാന്ധിപുരവും കൂടി ചേർത്ത് അങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ വന്നത്. ഗാന്ധിയൻ ദർശനങ്ങളാണോ ജീവിതത്തിൽ പാലിക്കുന്നത്? ഉറപ്പായിട്ട് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ. എന്നാൽ എനിക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമോ എന്ന് വിചാരിച്ചു വന്നു. പക്ഷേ ഈ മഹാത്മാവിൻ്റെയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കൊന്ന് ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു വലിയ നഷ്ടമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. 2ാം സ്ഥാനത്തുള്ളത് LDF ആണ്. വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ഉറപ്പായിട്ട് ഞാൻ ഈ കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. അതിൻ്റെ അകത്ത് ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയമുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കടന്നു വന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളോടൊപ്പം നിന്നിട്ട് നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഏത് ജനപ്രതിനിധിയാണോ ഇവിടെ വരുന്നത് ആ ജനപ്രതിനിധികളോടൊപ്പം ഈ വാർഡിന് വേണ്ടിയിട്ട് നമ്മുടെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ഒരാളിനുണ്ടാകുന്നെങ്കിൽ അത് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. അതിപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ മരണം വരെ എനിക്ക് അങ്ങനെ പോകാനേ കഴിയുകയുള്ളൂ. പൊതുവായിട്ട് മത്സരത്തിനെ എങ്ങനെ കാണുന്നു? ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന ഒരാളല്ല. ഈ 10-33 വർഷക്കാലമായി ജനങ്ങളുടെ അടുക്കൽ അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കെടുത്ത് അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചത്. കൂടുതലും എല്ലാവരും ഗാന്ധി എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓട്ടോ ഓടിക്കുന്ന ഗാന്ധി. ഓട്ടോയും ഗാന്ധിയുമാണ് അച്ഛനെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഘടകമെന്ന് പറയുന്നത്. ഗാന്ധിയുടെ മരുമകളായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. അതെ, ഗാന്ധിയുടെ മരുമകളായിട്ടാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ ജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അച്ഛൻ ഒരുപാട് സഹായങ്ങൾ അച്ഛൻ ചെയ്തു കൊടുക്കും. അച്ഛനെ കൊണ്ട് അച്ഛൻ മാക്സിമം എല്ലാവരും നമ്മളിപ്പോൾ വീട്ടിലെ കാര്യം നോക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു അച്ഛൻ പുറത്തെ കാര്യങ്ങളായിരിക്കും നോക്കുന്നത് കൂടുതലായിട്ടും. ഇന്നലെ വരെ ഈ നാട്ടുകാരുടെ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ഗാന്ധി സുരേഷ് 13-ാം തീയതിക്ക് ശേഷം ഒരു ജനപ്രതിനിധിയായി അവർക്കൊപ്പം യാത്ര തുടരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. പൗടിക്കോണത്തെ ഗാന്ധിക്കൊപ്പം ഷാൻ ജയസും സൂര്യഗായത്രിയും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.